രഞ്ജിത്ത് മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച നടനാണ് പൃഥ്വിരാജ്. നന്ദനം എന്ന ചിത്രത്തിലൂടെ സിനിമാ ലോകത്തേക്ക് കടന്നു വന്ന പൃഥ്വിരാജ് വളരെ പെട്ടെന്ന് മലയാളത്തിലെ മുൻനിരയിലേക്ക് ഉയർന്നു. തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിൽ തന്റെ സാന്നിധ്യം അറിയിച്ചു. ഗായകൻ, സംവിധായകൻ, നിർമ്മാതാവ് എന്നീ മേഖലകളിൽ തന്റെ കയ്യൊപ്പ് പതിപ്പിക്കാനും പൃഥ്വിക്ക് സാധിച്ചു. ലൂസിഫർ എന്ന ചിത്രത്തിലൂടെ സംവിധായക കുപ്പായമണിഞ്ഞ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മൂന്നാമത്തെ ചിത്രമായ എമ്പുരാൻ മലയാളത്തിലെ സർവകാല കളക്ഷൻ റെക്കോർഡുകളും തിരുത്തി എഴുതി കുറിച്ചു. തന്റെ ആദ്യ സിനിമയായ നന്ദനത്തിൽ അഭിനയിച്ചപ്പോഴുള്ള അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് പൃഥ്വിരാജ്. മുമ്പ് ഗൃഹലക്ഷ്മിക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒറ്റ ഷോട്ടിൽ ബാലാമണിയുടെ കഥ പറയാൻ കഴിഞ്ഞില്ല എന്നൊക്കെ നവ്യ വെറുതെ പറയുന്നതാണ്. അന്നത്തെ സീൻ നവ്യ പുഷ്പം പോലെ ചെയ്തിട്ടു പോയി. ആ സീനിൽ എന്റെ ബാക്കിലാണ് ക്യാമറ. നവ്യ എന്റെ മുഖത്ത് നോക്കി കഥ പറയണം. നവ്യ അഭിനയിക്കുന്നത് കണ്ടിട്ട് ഞാൻ അങ്ങനെ നിന്നുപോയി. അപ്പോൾ രഞ്ജിത്ത് ഏട്ടൻ പറഞ്ഞു, നീ എന്ത് കിഴങ്ങനാടാ, അവൾ അങ്ങനെ അഭിനയിക്കുമ്പോൾ നീ നോക്കി നിൽക്കുകയാണോ, നീയും കരയണം എന്ന്. അപ്പോൾ ഞാൻ അയ്യോ അതെങ്ങനെ കരയും എന്ന് ചോദിച്ചു. അതൊന്നും എനിക്കറിയണ്ട, നീ കരഞ്ഞേ പറ്റൂ എന്നായി രഞ്ജിയേട്ടൻ. ഒടുവിൽ ഗ്ലിസറിനൊക്കെ ഇട്ട് നവ്യയുടെ ഫേസിൽ നോക്കി ഞാൻ കരഞ്ഞു. പക്ഷെ ആ സഹായമൊന്നുമില്ലാതെ തന്നെ നവ്യ മനോഹരമായിട്ട് അഭിനയിച്ചു. അന്ന് ഞാൻ പകച്ചു നിൽക്കുമ്പോൾ നവ്യയാണ് എന്നെ ഗൈഡ് ചെയ്തത്. ഒരുപാട് മഹാരഥന്മാർക്കൊപ്പം അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിലും ഞാൻ ഏറ്റവും അധികം കാര്യങ്ങൾ പഠിച്ചതും എനിക്ക് പഠിപ്പിച്ചു തന്ന കോ സ്റ്റാറിൽ ഒരാൾ നവ്യയാണ്, പൃഥ്വിരാജ് പറയുന്നു.